ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തമിഴ് രാഷ്ട്രീയത്തെ ആകെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ വലിയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുകയാണ്. YSR കോൺഗ്രസ് അതിൻ്റെ ജഗ്മോഹൻ റെഡ്ഡി നേരിട്ട് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. തമിഴ് രാഷ്ട്രീയം ഈ ഉപരാഷ്ട്രപതിയെ ചൊല്ലി വലിയൊരു കലഹത്തിലേക്ക് നീങ്ങുമോ? DMKയും സ്റ്റാലിനും വലിയ പ്രതിസന്ധിയിലാകുമോ എന്നാണ് ചോദ്യം. ഈ വോട്ടർ പട്ടികയിലെ വിവാദത്തിന് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയവും. പിന്നീട് ബീഹാർ തെരഞ്ഞെടുപ്പായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നു. പിന്നീട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുഴുവനായി തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവനായി തമിഴ്നാട്ടിലേക്ക് ചുരുക്കാൻ എന്തായാലും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചയും തമിഴ്നാട്ടിലാണ്. തമിഴ്നാടിനെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. പണ്ടെന്ന് നാം ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അല്ലെ. തമിഴ്നാട് എന്ന് പറയുന്ന ഒരു ദക്ഷിണേന്ത്യ സംസ്ഥാനത്തുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ മുഴുവൻ ചർച്ചയും. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വലിയ രീതിയിൽ നരേന്ദ്രമോദി റാലി നടത്തിയത് ബീഹാറുമായി ബന്ധപ്പെട്ടാണ്. ബീഹാറിൽ ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ പ്രചരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ബീഹാർ കഴിഞ്ഞാൽ വരാൻ പോകുന്നത് തമിഴ്നാട് തിരഞ്ഞെടുപ്പാണ്. തമിഴ്നാട്, കേരളം, ആസാം, ബംഗാൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP കടന്നു കയറാൻ കഴിയാത്തത്, BJP കടന്നു കയറാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വെറും 20 ഉള്ളൂ. മറിച്ച് അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അവിടെ 39 സീറ്റുകളുണ്ട്. അത്രയും വലിയ സംസ്ഥാനത്തിലേക്ക് കടന്നു കയറുക എന്നത് BJPയുടെ സ്വപ്നമാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. കാരണം അണ്ണാമല മാറുന്നു, അതിനുശേഷം അണ്ണാ DMKയുമായി സഖ്യം ചേരുന്നു. ആ സമയം മുതൽ തന്നെ BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ആരംഭിച്ചിരിക്കുകയാണ്. BJPക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ തലവേദന രാഹുൽ ഗാന്ധിയുടെ സന്ദർശനങ്ങളുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിൽ. അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ട്, വലിയ കഥകളുമുണ്ട്. എന്തായാലും അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം, പോവുകയോ പോകാതിരിക്കുകയോ ചെയ്ത്. ആ സമയങ്ങളിലെല്ലാം പ്രധാനമായി തന്നെ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറാൻ കഴിഞ്ഞത് സ്റ്റാലിനായിരുന്നു. സ്റ്റാലിൻ യോഗങ്ങൾ വിളിക്കുന്നു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് വിവിധ മുഖ്യമന്ത്രിമാരെ സംഘടിപ്പിച്ച് ചെന്നൈയിൽ യോഗം കൂടിയപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറാൻ സ്റ്റാലിന് കഴിഞ്ഞു. ആ സ്റ്റാലിനെ പരാജയപ്പെടുത്തണമെന്ന് അന്ന് അദ്ദേഹം പറയുകയാണ്, അമിത്ഷാ പറയുകയാണ്, വരുന്ന തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ സ്റ്റാലിനെ തുടച്ചു നീക്കും. സ്റ്റാലിനെ തുടച്ചു നീക്കില്ലേ BJPക്ക് അത് വലിയ തലവേദനയാണ്. അത് അമിത്ഷായുടെ വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് പിന്നീട് നാം കണ്ടത്. അദ്ദേഹം നിരന്തരം തമിഴ്നാട് സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു ഉപരാഷ്ട്രപതിയെ അദ്ദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് അവിടെ നിന്ന് സ്റ്റാലിൻ ഇറങ്ങി മത്സരിച്ചാലും തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ബലമില്ല. അദ്ദേഹം രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സാങ്കേതികം. അതെ, ഇപ്പോ വൻ ചർച്ചയാണ്. ഇതെങ്ങനെയെങ്കിലും തലയൂരാൻ വേണ്ടിയുള്ള ചർച്ചയാണ്. സ്റ്റാലിൻ ഇത്രയും നാൾ ഉയർത്തിക്കൊണ്ടുവന്ന ഭാഷാപരമായ വിഷയം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായി ഈ പരീക്ഷകളുണ്ടല്ലോ, പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ ഒരു തമിഴ് പിന്നീട് ചരിത്രപരമായ ചില പുരാവസ്തുവിന്റെ സ്ഥലങ്ങളെല്ലാം കണ്ട് അങ്ങനെ അതെ ചരിത്രപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു ഡിവൈഡ് ദക്ഷിണേന്ത്യയും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയും തമ്മിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയ, പണ്ട് പറയും, കുടത്തിന്റെ അകത്ത് പട്ടിയുടെ തല പോയ അവസ്ഥ പോലെയാണ് സ്റ്റാലിന്റെ അവസ്ഥ. അദ്ദേഹത്തിന് ഈ സ്വന്തമായി ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉത്തരേന്ത്യയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇദ്ദേഹം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ് വികാരം ഉണർത്തിവിടാൻ കഴിയില്ല. ഞാൻ തമിഴിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് ദ്രാവിഡവാദവും ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ BJPക്ക് ചോദിക്കാം, ഞങ്ങളൊരു തമിഴിനെ നിർത്തിയപ്പോൾ നിങ്ങൾ പുറകിൽ നിന്ന് കുത്തിയല്ലേ എന്നൊരു ചോദ്യം വരാൻ. മാത്രമല്ല, ദ്രാവിഡ നാട്ടിൽ നിന്ന് ഒരാളെ നിർത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് ആന്ധ്രയിൽ നിന്ന് YSR കോൺഗ്രസ് പിന്തുണച്ചു, നിങ്ങൾ പിന്തുണച്ചില്ലല്ലോ എന്ന ചോദ്യവും ഉയരും. പക്ഷെ ഇത് അങ്ങനെ ആവുമ്പോഴേക്കും സ്റ്റാലിൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഒരു തമിഴനെ സ്ഥാനാർത്ഥിയായി നിർത്തൂ. ഇത് അംഗീകരിക്കാൻ മറ്റുള്ള പാർട്ടികൾ തയ്യാറല്ല, നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ശരത് പവാർ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് സ്റ്റാലിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. സ്റ്റാലിനെ സംബന്ധിച്ച് നമുക്കറിയാം,
വലിയ സുഖകരമായ രീതിയിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിൽ വരാമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വിജയുടെ കടന്നുവരവ്. വിജയ് നാമെല്ലാം തുടക്കം പ്രതീക്ഷിച്ചത് കമൽഹാസന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു, പിന്നീട് പാർട്ട് ടൈം പോലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അതെ BJP വിമർശിക്കുന്നു. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. സിനിമയിൽ അഭിനയിക്കുക, പാർട്ട് ടൈം ആയിട്ട് വന്ന് BJP വിമർശിക്കുക, നരേന്ദ്രമോദിയെ വിമർശിക്കുക, തിരികെ പോകുക. പിന്നീട് ജനങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ആവശ്യം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി വിടുന്നത്. അതുപോലെയായിരിക്കും വിജയും രാഷ്ട്രീയത്തിൽ എന്ന് കരുതിയെങ്കിൽ അത് പൂർണ്ണമായി തെറ്റി. അദ്ദേഹം നിരന്തരം ഇത്തരം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, വലിയ റോഡ് ഷോകൾ നടത്തുന്നു. നാം കരുതും പോലെയല്ല, അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിനായ ജനങ്ങളാണ്. അത് നാം കരുതും യുവാക്കളെ മാത്രമാണ് ഇദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുക എന്നതാണ്. ആ പരിപാടികളിൽ സ്ത്രീകൾ അടക്കമുള്ള ഒരു സംഘടനയുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇത് വോട്ടായി മാറുമോ എന്ന് സംശയമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ, DMKയുടെ വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനെങ്കിലും വിജയ്ക്ക് സാധിക്കുമെന്നൊരു ചിന്ത ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രതിസന്ധി. അതിനിടയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം പരിശോധിച്ചാൽ അറിയാം, ഈ അണ്ണാ DMKയും BJPയും തമ്മിൽ സഖ്യമായി മത്സരിച്ചിരുന്നെങ്കിൽ പല സീറ്റുകളിലും DMK പരാജയപ്പെടാൻ സീറ്റുകളിൽ BJP സഖ്യത്തിന് വിജയിക്കാൻ കഴിയുമായിരുന്നു. ഇത് നമുക്കറിയാം, BJPക്കും പിന്നെ 11% വോട്ടുണ്ട്, 20%-ലധികം വോട്ട് ADMKയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇവർ സ്പ്ലിറ്റായി മത്സരിച്ചത് കൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം രണ്ടായി പിളർന്നു പോവുകയും പൂർണ്ണമായ വിജയം സ്വന്തമാക്കാൻ DMKയ്ക്ക് കഴിയുകയും ചെയ്തത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയാണ് അമിത്ഷാ മുൻകൈ എടുത്ത് ഇപ്പോൾ ആ സഖ്യം രൂപീകരിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ DMK നേരിടുന്നത്. നമുക്ക് ഈ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചാൽ അറിയാം, കരുണാനിധി സ്റ്റാലിനെ ഒറ്റയടിക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നില്ല. അദ്ദേഹം പടിപടിയായി മർദ്ദനമേറ്റും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും ചെന്നൈയിലെ മേയറായും MLA ആയും മുഖ്യമന്ത്രിയുമായാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ നോക്കൂ, അദ്ദേഹത്തെ ഇറക്കുകയാണ്, അതിവേഗത്തിൽ ഇറക്കുകയാണ്. ഒരു MLA മത്സരിക്കുന്നു, മന്ത്രിയാകുന്നു, ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാകും. ഇതെല്ലാം ഒരു 5 വർഷത്തിനിടയിൽ നടക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ ഇതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പിന്നീട് അഴിമതി ആരോപണം, പല അഴിമതി ആരോപണങ്ങളും ഈ അണ്ണാമലൈ പുറത്തുവിടുകയും പല രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് കണ്ട് അങ്ങനെ ഭരണവിരുദ്ധ വികാരം, വിജയ് എന്ന വെല്ലുവിളി, അതോടൊപ്പം തന്നെ BJP അണ്ണാ DMK സഖ്യത്തിന്റെ വെല്ലുവിളി, അങ്ങനെ പല വെല്ലുവിളികൾ നേരിടുന്ന പാർട്ടിക്ക് ഇടയിലാണ് ഇടുത്തി പോലെ ഈ രാധാകൃഷ്ണൻ വീഴുന്നത്. ഈ രാധാകൃഷ്ണൻ വീഴുന്നതോടുകൂടി തന്നെ ആ പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്തായാലും മുൾമുനയിൽ പോവുകയാണ്. ഇദ്ദേഹം രാധാകൃഷ്ണന് എതിരായി വരികയാണെങ്കിൽ തമിഴ് ജനത എതിരാവും ഇദ്ദേഹത്തിന്. പിന്നെ ഒരു തമിഴ് സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് കരുതിയാൽ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും ഇതിനെതിരെ വിമർശനവുമായി വരും. ഇപ്പോൾ ചിലപ്പോൾ കൈ കൊടുക്കുമെങ്കിലും ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും BJP ലക്ഷ്യമിടുന്നത് സ്റ്റാലിനെ പുറത്താക്കുക എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. പല സർവേകളും ഇതിനിടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിലെല്ലാം ഈ അണ്ണാ DMKയും BJP സഖ്യവും DMKയും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കടുത്ത പോരാട്ടം നടക്കുമ്പോഴും DMKയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ വിജയ്ക്ക് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരും തുടക്കത്തിൽ ചുരുക്കിക്കണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും ശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന്റെ സ്വാധീനവും വലിയ രീതിയിൽ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ജനകീയതയല്ല, അദ്ദേഹം എന്ന തമിഴന്റെ സ്വാധീനം, ആ തമിഴനോടൊപ്പമാണോ അവിടെ സ്റ്റാലിൻ നിൽക്കുക, അതോടൊപ്പം തന്നെ രാഹുൽ എന്ന വിദേശ പിന്തുണയുള്ള ഒരു ചെറുപ്പക്കാരനോടൊപ്പമാണോ എന്ന് ജനം തീരുമാനിക്കും. ജനം അതിന് കൃത്യമായി മറുപടി നൽകും. ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അതിന് എതിരാകുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക. അതിന്റെ പ്രചരണമാണ് ഇപ്പോൾ BJP ആരംഭിച്ചിരിക്കുക. പണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ബീഹാറിൽ ആരംഭിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിൽ അത് തുടരുകയാണ്. പക്ഷേ രാഹുൽ ബീഹാറിൽ തുടങ്ങുന്നതേ ഉള്ളൂ. അവർ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് BJP.